നമ്മളങ്ങനെ പഹൽഗാമിൻ്റെ ടൂറൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നൊന്ന് ഫ്രഷപ്പായി അങ്ങനെ ദാൽ ലേക്കിൻ്റെ നേരെ മുന്നിൽ, അതായത് ഗേറ്റ് നമ്പർ 4-ൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളൊരു കാവ സ്പോട്ടാണ്. ഇന്ന് എന്താ അറിയില്ല കേട്ടോ, നല്ല തണുപ്പാണ് ശ്രീനഗറിൽ. നമ്മളിപ്പോൾ കാശ്മീരിൽ വന്നിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ്. നാളെ 5th ഡേ ആണ്. മറ്റന്നാളാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു കാവ സ്പോട്ടാണ്. നമ്മൾ 4 ദിവസം സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ടാണ് കാവ കുടിക്കുക കേട്ടോ. കാവ സ്പോട്ട് ഒരുപാടുണ്ട്, പല സ്ട്രീറ്റുകളിലും കാവ കാണാം. പക്ഷേ ഇതെന്താണെന്ന് അറിയില്ല, കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നി. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ഒരുപാട് പേര് ഇവിടെ വന്ന് കാവ കുടിക്കുന്നുണ്ട്. ഇത് ഇവരിവിടെ ഒരു 2 മണി വരെയൊക്കെ ഫുള്ള് ഉണ്ടാവും കേട്ടോ. ഇതൊരു സ്ട്രീറ്റാണ്. ഒരുപാട് ഹോട്ടലുകളും ഫുഡ് സ്ട്രീറ്റുകളും അതുപോലെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ജാക്കറ്റ്, ഗ്ലൗസ്, ക്യാപ്പ്, കരകൗശല വസ്തുക്കളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ട് ആളുകൾ. കണ്ടില്ലേ, കാവ, നല്ല ചൂടുള്ള കാവ. ഒരു ഗ്ലാസ്സിന് 50 രൂപയാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കുക്കീസ് ഉണ്ട് ഇയാളുടെ കയ്യിൽ. അതും കൂടെ മേടിച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അത് നിങ്ങൾ ചോദിച്ചും മേടിക്കുക കേട്ടോ. 50 രൂപ കൊടുത്തതിനാൽ നഷ്ടമല്ല കേട്ടോ. ഒരുപാട് ഫ്ലേവറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ആൽമണ്ട്, ഷുഗർ, സഫ്രോണ്, ബദാമൊക്കെ മിക്സ് ചെയ്തിട്ട് അടിപൊളിയാണ്. ഒരുപാട് ഫ്ലേവറൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അത് തരുന്നത്. എന്തായാലും നിങ്ങൾ ശ്രീനഗറിൽ സ്റ്റേ ചെയ്യുമ്പോൾ ഈ ഗേറ്റ് നമ്പർ 4-ൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു കാവ സ്പോട്ടിൽ എന്തായാലും വരണം. വന്നിട്ട് കാവ കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദാൽ ലേക്കിൻ്റെ രാത്രിയിലൊരു വൈബാണ്. ഫുള്ള് ഹൗസ് ബോട്ടിൽ കണ്ടില്ലേ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇവിടെ ഗസ്റ്റുകളൊക്കെ താമസിക്കുന്നുണ്ട്. കപ്പിൾസ്, ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഹൗസ് ബോട്ട് എടുത്തിട്ട് സ്റ്റേ ചെയ്യാം. ഇതൊരു കപ്പിൾസാണ്. അവർ നൈറ്റ് ഷിക്കാര ബോട്ട് റൈഡിന് ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഫുള്ള് ഇങ്ങനെ കൂരാകൂരി ഇരുട്ടും ആ ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ്. 300 രൂപയ്ക്ക് 2 പേർക്ക് നൈറ്റ് ഡ്രൈവ് വേണമെന്ന് ചോദിച്ചു ഞങ്ങളുടെ അടുത്ത് ഒരാൾ. അപ്പം നമ്മളത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. അവർ 200 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് പകൽ മാത്രമല്ല രാത്രിയിലും ഷിക്കാര ബോട്ട് റൈഡ് ദാൽ ലേക്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കാശ്മീരിൽ വന്നിട്ട് ഇപ്പം ഇന്ന് 4 ദിവസമായില്ലേ ഷിനു? യെസ്, 4ാമത്തെ ദിവസമാണ്. നല്ല കോൾഡ്, ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, നമ്മൾക്ക് ഈ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറൊക്കെ നമ്മൾ കഴിക്കുന്നത് ഇതാ ഇവിടുന്നാണ് കേട്ടോ. നമുക്കാഹെ വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല. ഇവിടെ ഒരാളുണ്ട്, കശ്മീരി പേഴ്സൺ ഉണ്ട്. അപ്പോൾ മൂപ്പര് അവർ വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ചപ്പാത്തി, വെജ് കറിയാണ് മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഒരു ടീ ഉണ്ടാവും, കുടിക്കാൻ ചൂടുവെള്ളമൊക്കെ ഉണ്ട്, ഹോട്ട് വാട്ടർ ഒക്കെ ഉണ്ട്. ദെൻ നൈറ്റിൽ ഡിന്നർ ഇവരുടെ കശ്മീരി ഒരു റൈസും, പിന്നെ ചിലപ്പോൾ മട്ടൻ കറി ആയിരിക്കും, ചിലപ്പോൾ ചിക്കൻ കറി ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ്. കാരണം നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുമ്പോൾ ഇതുപോലത്തെ ഫുഡായിരിക്കും മെയിനായിട്ട് ഉണ്ടാവും. പക്ഷെ നല്ല ക്വാളിറ്റി ഫുഡാണ് കേട്ടോ. ചപ്പാത്തിയായാലും കറിയായാലും നല്ല ടേസ്റ്റിയാണ്. ഇന്നലെ രാത്രിയിൽ ചിക്കൻ കറി ആയിരുന്നു, മിനിഞ്ഞാന്ന് മട്ടൻ കറി ആയിരുന്നു. അപ്പോൾ ഫുഡ് നല്ല ക്വാളിറ്റിയാണ്. കാരണം ഇവർ വീട്ടിലുണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡ് ആയതുകൊണ്ട് നമുക്ക് വയറിനൊന്നും ഒരു പ്രശ്നമില്ല. വളരെ ധൈര്യമായിട്ട് കഴിക്കാം. ബെസ്റ്റ് ക്വാളിറ്റി ഫുഡാണ്. അപ്പം ഒരു ഭയങ്കര ബൊഫെ ലക്ഷറി ഫുഡൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ചുരുക്കിയിട്ട് എങ്ങനെ കാശ്മീരിൽ വന്നു പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ഫുഡാണ്. പക്ഷെ നല്ല ഫുഡാണ്. നമുക്ക് വയറിനൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ ഞങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് നടന്നു വരാം. ദാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താം. അപ്പോൾ ഞങ്ങൾ രാവിലെ രാത്രിയൊക്കെ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമ്മളിങ്ങനെ ഇപ്പോൾ ഓരോരോ ഭാഗത്തേക്ക് പോകുമ്പോൾ നൂഡിൽസ്, മാഗി ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ. നമുക്ക് റൂമിലല്ലേ. വെൽക്കം ടു കാശ്മീർ എപ്പിസോഡ്. ഞങ്ങളിപ്പോൾ രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ദാൽ ലേക്കിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ കോട്ടേജ് ഇത് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഇതാണ് ദാൽ ലേക്ക്. അത്രയും നിയർ ബൈ ആയിട്ടാണ് നമ്മുടെ റൂം. കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട്. നമ്മുടെ കോട്ടേജിൻ്റെ അകത്തൊക്കെ ഒരുപാട് മലയാളീസൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കുറച്ചൊരു 50 മീറ്റർ ഡിസ്റ്റൻസിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല തണുപ്പുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ഇങ്ങനെ ചെറിയ ഐസ് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. ഗുൽമർഗാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മുടെ ഗൈഡും വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഗുൽമർഗിൽ മെയിൻലി എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഗണ്ടോള കേബിൾ കാറാണ്. നമ്മൾ ഓൺലൈനിൽ നേരത്തെ തന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. നമ്മുടെ പാക്കേജിലെ ടീം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കാശ്മീരിൽ എത്തിയിട്ടുള്ളത് ലാസ്റ്റ് വീൽസ് ഹോളിഡേയ്സിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കാശ്മീരിലോട്ടൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.
വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാശ്മീർ ട്രിപ്പിൻ്റെ ഇന്നത്തെ ഈ ഒരു ദിവസം ഗുൽമർഗാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് കാശ്മീർ എപ്പിസോഡ്. നമ്മളെ വണ്ടി ഇവിടെ റെഡിയാണ്. നമ്മൾ ഫൈസി ബായ് എത്തിയിട്ടുണ്ട്. ഇന്ന് മൂപ്പരെ ബ്രദറും ഉണ്ട് കൂടെ. അപ്പോൾ നമുക്ക് വണ്ടി കയറാം അല്ലേ? This one is old secret. Faizi bhai, how is today? ശ്രീനഗർ ടു ഗുൽമർഗിലേക്ക് 1 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഏകദേശം 51 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൈവറ്റ് ടാക്സി തങ്കുമർഗ് വരെയാണ് പോകുള്ളൂ കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് യൂണിയൻ ടാക്സി വിളിച്ചിട്ട് വേണം നമുക്ക് ഗുൽമർഗിലേക്ക് എത്താനായിട്ട്. പോകുന്ന വഴിക്ക് ഡ്രങ്ക് വാട്ടർഫോൾസിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഗുൽമർഗിലേക്ക് പോവുക. കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ് ഡ്രങ്ക് വാട്ടർഫോൾസ്. അങ്ങനെ നമ്മളിപ്പോൾ തങ്കുമർഗിൽ എത്താനായിട്ടുണ്ട്. നമ്മൾ പ്രൈവറ്റ് ടാക്സി ഇവിടെ നിർത്തിയിടും. വൈകുന്നേരം വരെ ഫൈസി ബായി ഞങ്ങളെയും കാത്തുകൊണ്ട് ഇവിടെ ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ യൂണിയൻ ടാക്സി വിളിച്ചിട്ടാണ് പോവുക. 2 പേർക്ക് 3000 രൂപയാണ് ചാർജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രൈവർ വണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗിലേക്ക് ഷെയർ ടാക്സി അതുപോലെ തന്നെ ബൈക്ക് റെൻ്റൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കുറച്ചും കൂടെ ബഡ്ജറ്റ് ചുരുക്കി വരുന്ന ആളുകൾക്ക് അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ പാക്കേജ് എടുത്ത് വരുന്ന ആളുകൾക്ക് പ്രൈവറ്റ് ടാക്സി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിടും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി 13 കിലോമീറ്റർ ഉണ്ട് തങ്കുമർഗിൽ നിന്ന് ഗുൽമർഗിലേക്ക് എത്താനായിട്ട്. പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഡ്രങ്ക് വാട്ടർഫാൾസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഷൂ സോക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്. ടൺമർഗിൽ എത്തിയിരിക്കുകയാണ്. ഗുൽമർഗിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ടാക്സി ഡ്രൈവർ ഇവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് വേറെ ടാക്സിയാണ് നമ്മൾ പോകേണ്ടത്. അത് ഇവർ ടൺമർഗ് അതുപോലെ തന്നെ ഗുൽമർഗ് 2 സ്ഥലങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ടാക്സി ആൻഡ് ഡ്രൈവർ റെഡിയാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ സിമ്മ് കാര്യങ്ങളൊക്കെ കാശ്മീരിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടാവും. അപ്പോൾ നമ്മളിവിടെ കാശ്മീരിൽ വന്നിട്ട് നമ്മൾ ഓൾറെഡി ഇവിടുന്ന് ഒരു സിമ്മ് എടുത്തിരിക്കുകയാണ്. എയർടെൽ സിമ്മാണ് ഇവിടെ കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. ഐഡിയ ജിയോ റേഞ്ച് കുറവാണ്. അപ്പോൾ നമ്മൾ ആ സിമ്മാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ പോസ്റ്റ് പെയ്ഡ് സിമ്മ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പ്രീപെയ്ഡ് ആണെങ്കിൽ അത് നിങ്ങൾ പോസ്റ്റ് പെയ്ഡിലേക്ക് കൺവേർട്ട് ആക്കി വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഗുൽമർഗിലേക്ക് പോകാം. നമ്മുടെ വണ്ടി ഡ്രൈവർ ഇവിടെ റെഡിയാണ്. ഓക്കെ ഗൈസ്, കം ഓൺ. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഷൂ ഒക്കെ വേണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇവര് 300 രൂപയൊക്കെയാണ് പറഞ്ഞത്, ജാക്കറ്റ് ഷൂ അടക്കം. നമ്മളത് ബാർഗൈൻ ചെയ്തിട്ട് 400 പറഞ്ഞേ. 400 ആണ് പറഞ്ഞത് ഒരാൾക്ക് ജാക്കറ്റ് ഷൂ. അത് നമ്മളൊരു 250 എത്തിച്ചിട്ടുണ്ട്. ബാർഗൈൻ ചെയ്യണം കേട്ടോ. ബാർഗൈൻ കമ്പൽസറി ആണ്. ബാർഗൈൻ ചെയ്യാണ്ട് അവിടെ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ബാർഗൈൻ ചെയ്തിട്ട് ഷൂ മേടിച്ചിട്ടുണ്ട്. ഞാനൊരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഞാൻ കൊണ്ടുവന്ന ജാക്കറ്റ് ഇതാണ്. അത് ഉള്ളിലുണ്ട്. അതിന് മുകളിൽ ഈ ജാക്കറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഇട്ടിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡ്രസ് കോഡ് മാറ്റിയിട്ടുണ്ട്. ഞാനൊരു ജാക്കറ്റും ഒരു ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോവാം. ഓക്കെ, नहीं सेल्फी तो ले लिया, हमारा पेन लेकर जाओ, ऐसे मत जाओ भाई. ഞങ്ങളങ്ങനെ ഒരു സോക്സ് ഷൂ അതുപോലെ തന്നെ ഒരു ജാക്കറ്റ് അവിടുന്ന് റെന്റിന് എടുത്തിട്ടുണ്ട്. 250 രൂപയാണ് പറഞ്ഞു കേട്ടോ. ആദ്യം 400 രൂപയാണ് പറഞ്ഞ് 250 രൂപ ബാർഗെയിൻ ചെയ്ത് മേടിച്ചാണ്. ഒന്നും കൂടെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 200 രൂപ 150 രൂപ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഗുൽമർഗിലേക്ക് പോകുമ്പോൾ ഷൂ അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ്, ഗ്ലൗസ്, ക്യാപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പൽസറിയാണ്. അത് നിങ്ങൾ എന്തായാലും കയ്യിൽ കീപ്പ് ചെയ്യട്ടോ. അവിടെ റെന്റിന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മളിത് ഡ്രങ്ക് വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ. അത് പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങും. അപ്പോൾ ഈ ആളാണ് നമ്മളെ ഗുൽമർഗ് ഡ്രങ്ക് വാട്ടർഫാൾസ് കാണിക്കുക. അവിടെ കാണിച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെ ടാക്സി നിർത്തിയിട്ടിരിക്കുന്ന തങ്കുമർഗിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. 2 പേർക്ക് 3000 രൂപയാണ് ചാർജ്. ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ആ 3000 രൂപ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കണം കേട്ടോ. അത് യൂണിയൻ ടാക്സി ആയതുകൊണ്ട് ഒരു രക്ഷയില്ല.
हाय अस्सलाम वालेकुम. वालेकुम सलाम. Your name? नाम क्या है? मेरा नाम शबीर अहमद है. Shabir Ahmed. Nice yes. name. I am from Kerala. Yes. Said nice Mohammed. To meet you. Thank you. I'm Drang coming to waterfall. Drang waterfall. Okay. Yes. How many kilometer? 4 kilometers one side, 8 kilometers two side. Two side. Yes. Okay. Oh, very nice, beautiful place, beautiful Drang waterfall. Chance. Chance. 50-50. 50-50 chance. 50% ലക്കാണെന്നാ പറയുന്നത് സ്നോ കിട്ടാനായിട്ട്. നമുക്ക് സോണാമാർഗിന്ന് സ്നോ കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഒരുപാട് പ്രതീക്ഷയിലാണ് നമ്മൾ ഗുൽമർഗിലേക്ക് പോകുന്നത്. Drang waterfall, little is snow, but Kashmir, Gulmarg, very nice, beautiful snow, 2 to 3 feet barf, snow in Gulmarg. Degree? How much degree? How much degree? 5 or 6 degree. 5-6. Today, yes. Tonight, 12. Shahir bhai, you visit Kerala? No visit Kerala. No visit. I am visit only Delhi, Okay. Punjab, Okay. Jalandhar, Amritsar, and I am next international going to international Qatar. Qatar. 3 years experience Qatar in drivery. Driver. Oh, Yes. man. ഗുൽമർഗിൽ സ്നോഫാൾസ് കിട്ടുമെന്ന് വെച്ചപ്പോൾ നമ്മളെ ഡ്രൈവർ പറഞ്ഞത് 50-50 ചാൻസ് ആണ് കേട്ടോ. എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടെ നമ്മളങ്ങനെ ഗുൽമർഗിലേക്ക് പോവുകയാണ്. സ്നോഫാൾസ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഈ സ്നോഫാൾസ് കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മളൊരു 6 മണി 7 മണി വരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്നോഫാൾസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ മഞ്ഞൊക്കെ വീണ് കിടക്കും. UK number होश है Zutu last. तो कितना सा ब्लैक स्कॉर्पियो से वाइट Nana Sikabi saw Minish. Number chitim sundi. Zutu 8491. She Taji Zutu. शीट साजी तो ठहर बाबू शेख वश വിൻ്ററിലാണ് ഏറ്റവും കൂടുതൽ സ്നോഫോൾസ് കിട്ടുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഫെബ്രുവരിയിൽ ഈ ഒരു കാശ്മീർ പാക്കേജ് ചൂസ് ചെയ്തത്. അപ്പോൾ ഗുൽമർഗാണ് ഏറെ പ്രതീക്ഷ നൽകുന്നത്. വിൻ്റർ സമയത്ത് ഈ റൂട്ടിലൊക്കെ നല്ലപോലെ മഞ്ഞ് വീണെടുക്കും. പക്ഷേ മഞ്ഞ് ഇപ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ബ്ലോക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. 50% ചാൻസ് ഉണ്ട് സ്നോ വരാനായിട്ട് എന്നാണ് നമ്മുടെ ഷബീർ ഭായ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്രണ്ടിലേക്ക് പോവാം. അതിൻ്റെ എൻട്രൻസ് പോയിന്റ് ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതിൻ്റെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് ഡ്രങ്ക് വാട്ടർഫാൾസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഇവിടെ ടെമ്പറേച്ചർ ഇച്ചിരി തണുപ്പ് കുറവാണ്, ഓവർ തണുപ്പില്ല. ഞാൻ ഇതിനകത്തൊരു കോട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് ഈ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. 2 ജാക്കറ്റ് ഉണ്ട്, 2 പാൻറ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഓവർ ഒരു തണുപ്പ് എനിക്ക് എഫക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഡ്രങ്ക് വാട്ടർഫാൾസിൻ്റെ ആ ഒരു എൻട്രൻസ് പോയിന്റിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഡ്രങ്ക് വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. വലിയൊരു സംഭവം എന്നല്ല, എന്നാലും നമുക്ക് ഇതുവഴി പോകുന്നതായതുകൊണ്ട് നമ്മളൊന്ന് കയറിയതാണ് കേട്ടോ. ഇതിൻ്റെ നിയർ ബൈ ആയിട്ട് ഒരുപാട് കിടിലൻ റിസോർട്ടുകളൊക്കെ ഉണ്ട്. മഞ്ഞ് കുറവായതുകൊണ്ട് തന്നെ, സ്നോ കുറവായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. എന്നാലും നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വാട്ടർഫാൾസാണ്. ഒരുപാട് മലയാളീസ് ഇവിടെ ഉണ്ടായിരുന്നു. കുറേ പേരെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇതാണ് ഡ്രങ്ക് വാട്ടർഫാൾസിൻ്റെ താഴെ ഒരു ചെറിയ റിവർ ഒഴുകുന്നുണ്ട്. റിവറിൻ്റെ മുകളിലൊക്കെ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുവാണ്, മൂടി കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും കാണൂല. കണ്ടില്ലേ, ചെറിയ രീതിയിലൊക്കെ വെള്ളം ഇങ്ങനെ റിവറിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നൊക്കെ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഗുൽമർഗിലേക്ക് പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കുക കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഈ തങ്കമർഗിൽ നിന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡ്രങ്ക് വാട്ടർഫാൾസിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിവിടെ ഒരു അരമണിക്കൂർ നേരം ഞങ്ങളിങ്ങനെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് താഴെയായിട്ടൊരു റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറിപ്പോയല്ലോ, ഫുള്ള് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫേമസ്, നമ്മൾ ഇവിടെ ഡ്രങ്ക് വാട്ടർഫാൾസിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാശ്മീരി സ്വീറ്റ് കോൺ ആണ് കേട്ടോ. ഭയങ്കര സ്പൈസി കാശ്മീരി മസാല ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. वो सब नया पैन ये आपके लिए गर्मा गर्म मस्त बन रहा है भैया, प्यार से खिला रहा है आपको। इस ठंड में हम आपकी सेवा के लिए सर यहाँ पर कश्मीरी स्पेशल. Kashmiri special. इसका नाम है स्पेशल फूड, इसका नाम है
Sweet corn. Sweet corn. Sweet corn. ഈ തങ്കുമർഗിൽ നിന്ന് 4 കിലോമീറ്ററാണ് ഈ ഒരു ട്രങ്ക് വാട്ടർഫോൾസിലേക്ക് വരുന്നത്. പോകുന്ന വഴി ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇറങ്ങി നോക്കുക കേട്ടോ. താഴെ ഒരു റിസോർട്ടാണിത്, ദ ഫ്രോസൺ ഫോൾ റിസോർട്ട് എന്നാണ് പേര്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യേണ്ട ആളുകൾക്ക് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വിളിച്ച് കഴിഞ്ഞാൽ ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ നല്ല അടിപൊളി റിസോർട്ടാണ്. ഞങ്ങൾ അതിനകത്തോട്ടൊക്കെ കയറി നോക്കി റിസോർട്ടിനകത്തേക്ക്. ഇവിടെ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ആളുകളെ പിക്ക് ചെയ്തിട്ട് ഗുൽമർഗിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റിസോർട്ടൊക്കെ എടുക്കേണ്ട ആളുകൾക്ക് വേണമെങ്കിൽ അവിടെ ബോർഡിൽ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാക്കേജ് ആയതുകൊണ്ട് നമ്മൾ ശ്രീനഗറിൽ തന്നെയാണ് നമ്മൾ 4-5 ദിവസവും സ്റ്റേ ചെയ്തത്. അപ്പോൾ അത് കണ്ടോ, റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ആയിട്ട് വരുന്ന ആളുകളാണ്, കണ്ടില്ലേ, ചെക്കൗട്ട് ചെയ്ത് തിരിച്ചു പോകുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കിനി 8 കിലോമീറ്റർ ഉണ്ട് ഗുൽമർഗിൽ എത്താനായിട്ട്. പിന്നെ നമ്മൾ വിൻ്റർ തിരഞ്ഞെടുത്തത് മെയിനായിട്ട് കാശ്മീരിൽ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, ഡ്രീമാണ് ഈ ഒരു കാശ്മീർ കാണുക എന്നുള്ളത്. അത് ഫെബ്രുവരി എടുക്കാനുള്ള കാരണം സ്നോ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ നമുക്ക് ഗുൽമർഗിലേക്ക് പോകാം. സ്നോഫോൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങനെ ഗുൽമർഗിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ഇന്ന് ഗുൽമർഗ് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഗുൽമർഗിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗുൽമർഗിൽ നമ്മളൊരു സ്പെഷ്യൽ കശ്മീരി പുലാവ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് മറ്റുള്ള ഗൈഡും കാര്യങ്ങളും അല്ലെ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ് ആണ്. കുറച്ച് ടയേർഡാണ്. ഇത് പനീർ മസാല, ദെൻ കശ്മീരി സ്പെഷ്യൽ പുലാവ്. ഹോട്ടൽ നെയിം ന്യൂ ലാല റെസ്റ്റോറൻറ്റ്. ജസ്റ്റ് എൻട്രി പോയിന്റിലാണ് വരുന്നത്. നമ്മൾ ഗുൽമർഗ് ടാക്സി സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ ഒരു എൻട്രി പോയിന്റിലാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഫുഡ് നോക്കാം. നമ്മുടെ കൂടെ ഒരു ചെറിയ ഗൈഡ് ഉണ്ട്. സാഹിൽ ഖാൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് റൈഡുകളൊക്കെയാണ്. പിന്നെ മെയിനായിട്ട് ഗണ്ടോള കേബിൾ കാറാണ്. കേബിൾ കാർ ഓൺലൈൻ ബുക്കിംഗ് മാത്രമാണ്, ഓഫ്ലൈൻ ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഗണ്ടോള ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്കത് ജസ്റ്റ് മിസ്സിംഗ് ആണ്. എനിവേ നമുക്ക് എന്തായാലും വീഡിയോസ് ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള റൈഡ്സ് ഒക്കെ എൻജോയ് ചെയ്യാം. കശ്മീരി പുലാവ് കേട്ടോ, നല്ല ചൂടുണ്ട്, ആവി പറക്കുന്നുണ്ട്. സോ നൈസ്. കശ്മീരി പുലാവിലേക്ക് നല്ല കോമ്പിനേഷനാണ് ഈ പനീർ മസാല എന്ന് പറഞ്ഞു, ബട്ടർ പനീർ മസാല. അപ്പൊ നമ്മള് പുലാവ് കഴിക്കാൻ പോവാട്ടോ. എങ്ങനെയുണ്ട് പറയാം. ഇച്ചിരി സ്പൈസി ആണ്. റൈസ് കുറച്ച് ഹാർഡാണ് കേട്ടോ. ബദാം, ഈ ബീൻസ് ഒക്കെ ഇട്ടിട്ടാണ്. കുഴപ്പമില്ല. നമുക്കിതിൽ ഈ പനീർ മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. പനീർ മസാല എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ട്. നമ്മൾ കശ്മീരിൽ വരുമ്പോൾ കശ്മീരി ഫുഡുകളാണ് കൂടുതൽ ട്രൈ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി ഇതൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നല്ലേ. ഈ പനീർ മസാല ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് ചുമ്മാ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. റൈസ് ഇച്ചിരി ഹാർഡാണ്, ഇച്ചിരി സ്പൈസിയാണ്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഓക്കെ.